ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റ് ഒരു വ്ളോഗാണ്, ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിലെ വീഡിയോസൊക്കെ ഞാൻ ഡെലിവറിക്ക് ശേഷമാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ പ്രഗ്നൻസി റിവീലിങ്ങിൻ്റെ വീഡിയോ തൊട്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന്. അങ്ങനെ ആ വീഡിയോസൊക്കെ ഞാൻ നമ്പറിൽ ഓരോ വീക്കിലും അപ്ലോഡ് ചെയ്ത് അങ്ങനെ കുറേ ലേറ്റായി. അതുകൊണ്ടാണ് എൻ്റെ പ്രഗ്നൻസിൻ്റെ വ്ളോഗ്, ഹോസ്പിറ്റലിൽ നിന്നുള്ള വ്ളോഗും അത്രയും ലേറ്റ് ആയത് കേട്ടോ. ഏതൊരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു നവംബറിൽ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഡിസംബർ ആയല്ലോ. അപ്പോൾ അത് ഓരോന്നും എഡിറ്റ് ചെയ്തിട്ടും അതുപോലെ അപ്ലോഡ് ചെയ്ത് കുറച്ച് ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറേ ലേറ്റ് ആയതാണ്. പിന്നെ ഡെലിവറി വ്ളോഗിൻ്റെത് തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഡെലിവറി കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയുണ്ടും പിന്നെ വേറെ കുറേ തിരക്കൊണ്ടോ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ആയിട്ട് അത് ലേറ്റ് ആയതാണ്. അപ്പോൾ അതിന് ശേഷം വേറെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ്, അതുപോലെ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ ശേഷം പല ഫുഡ് ഐറ്റംസ്, സ്പെഷ്യൽ ഫുഡുകളൊക്കെ കഴിക്കുമല്ലോ നമ്മുടെ പ്രസവ രക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഒരു വ്ളോഗ് വീഡിയോ ചെയ്യാനും വിചാരിച്ചിരുന്നു. അതൊക്കെ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്ത് ചെയ്യുന്നുണ്ടോ. പിന്നെ എന്തോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം പിന്നെ കരുതി ഇതിൻ്റെ ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യേണ്ടത് വേണ്ട വെച്ചു, ആ വീഡിയോ വേണ്ട വെച്ചു. പിന്നെ അതുപോലെ 14ാമത്തെ ദിവസം കുട്ടീൻ്റെ മുടി കളയുന്ന ദിവസം 7 മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 14ാമത്തെ ദിവസമായിട്ട് കുട്ടീൻ്റെ മുടി കളഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് വ്ളോഗ് എടുക്കുക വിചാരിച്ചു, വീഡിയോ ഷൂട്ട് ചെയ്തു. അന്ന് ഞാൻ ചെറിയൊരു വീഡിയോകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരുതി ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ലോങ് വീഡിയോ ഒക്കെ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെയാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഡെലിവറി കഴിഞ്ഞിട്ട് 40 ദിവസമൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഗോൾഡൊക്കെ കിട്ടുമല്ലോ. നിർബന്ധമൊന്നുമില്ല, കെട്ടുന്നവരുണ്ട് കെട്ടാത്തവരുണ്ട്. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഗോൾഡൊക്കെ കെട്ടും. അങ്ങനെ 40 തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മുന്നേ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഞാൻ 40 ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുട്ടി ഗോൾഡ് കെട്ടാനാവണുള്ളൂ. നമ്മളിപ്പോഴൊന്നും കുട്ടികൾക്ക് ഗോൾഡ് ഇട്ട് കൊടുക്കില്ല, നമ്മുടെ ഇഷ്ടത്തിനൊന്ന് വാങ്ങി വെക്കാതെ മാത്രം. പിന്നെ കുറേ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ആ ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പം ഞാൻ 40 2-3 ദിവസം മുന്നേ കേട്ടോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇക്ക തിരിച്ച് ഖത്തർക്ക് പോവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ഇക്കക്ക് ഗോൾഡൊക്കെ ഇട്ട് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ആ ദിവസം അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ വലിയ ഫംഗ്ഷനായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ അന്നത്തെ ദിവസം എടുത്തൊരു വീഡിയോ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടു. അതുപോലെ അതിൻ്റെ മുന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ വ്യൂ ഒക്കെ കുറവാണ് നോർമലി, പക്ഷേ കാണുന്നവരിൽ തന്നെ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. കുട്ടിക്ക് ഗോൾഡൊക്കെ കിട്ടില്ലേ. അപ്പം അന്ന് സാധാരണ കാഷ്വൽ ഡ്രസ്സ് വേണ്ട, എന്തെങ്കിലും ഡ്രസ്സ് കുറച്ചും കൂടി ഒരു പാർട്ടി വെയർ എന്നാൽ കുട്ടിക്ക് അത്യാവശ്യം കംഫർട്ടാവുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യിപ്പിച്ചെടുക്കുക വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടൊരു മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. ഞാൻ ഡ്രസ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റോംബറിൻ്റെ ഒക്കെ പോലെ തന്നെ. പക്ഷെ എന്നാൽ ഇതിൽ കുറച്ചൊരു മെറ്റീരിയലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനത്തെ രീതിയിൽ ചെയ്യിപ്പിക്കുക വിചാരിച്ചിട്ട് അതിനുള്ള മെറ്റീരിയലിന് പോയതായിരുന്നു. പക്ഷേ ഞാൻ പോയ ഷോപ്പിൽ ഞാൻ വിചാരിച്ച മെറ്റീരിയലേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്ത ഡ്രസ്സായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഡ്രസ്സിൻ്റെ മോഡലേ വേണ്ടെന്ന് വെച്ചു. കാരണം ഞാൻ വിചാരിച്ച ഒരു മെറ്റീരിയൽ കൊണ്ട് അത് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പെട്ടെന്ന് പോയി വരേണ്ടതുകൊണ്ട് കുട്ടീനെ വീട്ടിലാക്കി പോയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരണം. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് അവിടെ കൂടുതൽ മെറ്റീരിയലും കാര്യങ്ങളും നോക്കാനില്ല. പെട്ടെന്ന് തന്നെ കുട്ടിക്കൊരു ചെറിയ ഫ്രോക്ക് അടിക്കാനുള്ള ഡ്രസ്സ് മെറ്റീരിയൽ എടുത്തു. അതുപോലെ എനിക്കൊരു ടോപ്പിനും പിന്നെ കുട്ടിക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സ്കേർട്ട് ചെയ്യിക്കണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മെറ്റീരിയലും എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. അതുകൊണ്ട് ചെറിയ വീഡിയോ ക്ലിപ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കേർട്ട്, അത് ഈ 2 സ്കേർട്ടുകൾ ഉണ്ടാവില്ല അതുപോലെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ചെയ്യാണ് കേട്ടോ ചെയ്തത്. പിന്നെ മെഷീനിലൊന്നും തയ്ച്ചിട്ടില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ കുട്ടീൻ്റെ എത്രയാണോ അരൻ്റെ അളവ് ആ അളവിൽ നമ്മൾ അലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുട്ടീൻ്റെ അളവിനെക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ ഇങ്ങനെ തുന്നിയൊക്കെ ചെയ്യുമ്പോൾ കുറയല്ലോ വിചാരിച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ചെയ്ത് വന്നപ്പോൾ അലാസ്റ്റിക് വലിഞ്ഞിട്ട് നല്ല നീളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടെങ്കിൽ അലാസ്റ്റിക് കുറഞ്ഞ അളവിലൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട്
കാണിക്കില്ല, ചെറിയ ഭാഗങ്ങൾ കാണിക്കണം. ഞാൻ ചെയ്തത് അത്ര നല്ല പെർഫെക്റ്റും ആയിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഇത് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉള്ളത് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ സ്കേർട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇത് കണ്ട് ചെയ്യണം. ഞാൻ ഒരിക്കലും പറയണില്ല. ഇതിൻ്റെ ഒരുപാട് നല്ല വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കിയാൽ മതി, നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെറ്റിൻ്റെ ഒരേ ഷെയ്ഡ് വെച്ചിട്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഫോട്ടോ ഒക്കെ എടുക്കാനല്ലേ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ആ രീതിയിൽ എടുത്തിട്ടുള്ളത്. ഫുള്ള് പേസ്റ്റൽ ഷെയ്ഡ്സ് ആയാലും അല്ലെങ്കിൽ ഒരേ കളർ എടുത്താലും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെറ്റിന് വലിയ റേറ്റ് ഇല്ലാത്ത മെറ്റീരിയലാണല്ലോ, അത് അധികം വീതി ഉണ്ട്. ചെറിയ കുട്ടികൾക്കല്ലേ കുറച്ച് വീതിയിൽ മതി കേട്ടോ. പിന്നെ ഞാനത് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ബോട്ടിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ അലാസ്റ്റിക് കയ്യിൽ വെച്ചിട്ടും ചെയ്യാം. ഞാനിങ്ങനെ ഒരു ബോട്ടിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിരുന്നത്. ഈ ഒരു ബോട്ടിൽ ഇട്ടിങ്ങനെ പിന്നെ മെറ്റീരിയൽ ഇതിൽ കെട്ടി അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഇത് നല്ല നീളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വലിഞ്ഞ് അങ്ങനെ അലാസ്റ്റിക് നല്ല നീളം വന്നിട്ടുണ്ടായിരുന്നു. അതാ പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ അലാസ്റ്റിക് എടുത്താൽ മതി. പിന്നെ മെറ്റീരിയൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വീതിയിൽ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ ഡബിളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഈ ഒരു സൈഡിലേക്കുള്ള ഒരു പോലെ തന്നെ ബാക്കിക്കും അതുപോലെ ഒരു പീസ് വേണം. അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിതിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലാണ് വേണ്ടതെങ്കിൽ ഈ ലെങ്ത്തിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കണം കേട്ടോ. ഇങ്ങനത്തെ ഒരു 4 പീസ് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ 2 ഭാഗത്തേക്കും വേണം. ഇങ്ങനത്തെ ഒരു 3-4 പീസൊക്കെ കൂട്ടിയിട്ടാണ് ഒരൊറ്റ കെട്ടായിട്ട് നമ്മൾ കെട്ടണത്. ഞാനത് കാണിച്ചു തരാം. അവിടെ ഇതുപോലെ ഇപ്പോൾ കെട്ടിയെടുക്കണം. അപ്പോൾ അതെങ്ങനെ കെട്ടണ്ടേന്നും കൂടി ഞാനിതിലൊന്ന് കാണിക്കാം കേട്ടോ. നമുക്ക് ഏത് ഷെയ്ഡാണോ വേണ്ടത് ആ ഷെയ്ഡിലെ മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനത്തെ ഒരു 4 പീസ് എടുക്കുക, 3-4 പീസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എടുത്തിട്ടുള്ള അലാസ്റ്റിക്കിൽ ഇതിനെ പകുതിയാക്കിയിട്ട് ആ ഒരു പകുതിയിൽ വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ അലാസ്റ്റിക്കിൽ ഇങ്ങനെ ബോട്ടിലിട്ട് നമുക്ക് ചെയ്യാനൊന്നും കൂടി ഈസിയാണ് കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് കൂടെ ആ 2 എൻഡും കൊണ്ടുപോയിട്ട് ഓരോ നോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനത്തെ 3-4 സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരേ കളറിലാണെങ്കിൽ കുഴപ്പമില്ല, ഡിഫറെൻറ്റ് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു 3-4 സെറ്റ് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്തൊരു ഷെയ്ഡ് മാറുക. ഇങ്ങനെ വലിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ടൈറ്റാക്കി ഇങ്ങനെ വലിച്ചത് എടുത്ത് കൈ കൊടുക്കുമ്പോൾ അങ്ങനെ അലാസ്റ്റിക് വലിഞ്ഞ് എൻ്റെ നീളം കൂടിപ്പോയത്. ഇങ്ങനെ നമുക്ക് ഏതൊക്കെ കളേഴ്സാണോ വേണ്ടത് ആ കളേഴ്സൊക്കെ വെച്ച് കെട്ടി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ എൻഡൊക്കെ ഒന്ന് ഉപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള സ്കേർട്ടാണിത്. പിന്നെ അതൊക്കെ ഞാൻ മേച്ചായിട്ട് ഒരു ഹെയർ ബാൻഡും ചെയ്തെടുത്തത്. ഹെയർ ബാൻഡ് എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എടുക്കാണ്ട് കുട്ടീൻ്റെ തലയിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതുപോലെ നെറ്റാലിനെ ഒന്ന് മുടഞ്ഞെടുത്ത് ചെയ്തതാണ്. അല്ലാതെ ബാൻഡ് രൂപത്തിലൊന്നും ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം നെറ്റ് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യണം വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആവാത്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് 2-3 കളേഴ്സ് വെച്ചുകൊണ്ട് മുടഞ്ഞെടുത്ത് അതുപോലെ മുടഞ്ഞെടുത്ത ഒരു പീസ് തന്നെ റൗണ്ട് ചെയ്ത് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തു. അങ്ങനെ ജസ്റ്റ് തലയിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വെച്ച് കൊടുക്കാൻ അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇതാണ് ഞാൻ ഗോൾഡ് ഇട്ടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്ത ഫ്രോക്ക് കേട്ടോ. ഇത് ഞാൻ ചെയ്തതല്ല, ഇത് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. ഗോൾഡ് കെട്ടണ അന്നത്തെ ദിവസം തന്നെ രാവിലെ കുട്ടീൻ്റെ മുടിയും കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ 14-ൻ്റെ അന്ന് കളഞ്ഞതായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ തന്നെ മുടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുടി ഒന്നും കൂടിയും കളഞ്ഞു. അതുപോലെ അക്കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കേക്ക് അതുപോലെ നമ്മൾ 14-ന് മുടി കളഞ്ഞൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ലേറ്റായിട്ട് ഈ ഒരു ടൈമിലാണ് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗോൾഡൊക്കെ കെട്ടിയിട്ടോ. അക്കേക്കിൻ്റെ വീഡിയോ എടുക്കുക അതുപോലെ ഇതിൻ്റെ കൂടെ ആഡ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗോൾഡൊക്കെ ഇട്ട് വിചാരിച്ചു. ആ സമയത്ത് ഞാൻ ആ ഒരു അടുപ്പിച്ച ഫ്രോക്ക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു റോംബറായിരുന്നു ഇട്ട് കൊടുത്തിരുന്നത്. ഈ ഒരു റോംബർ മെയിനായിട്ട് ഇട്ട് കൊടുത്തിരുന്നത് ഇതിൻ്റെ മേലെ ഇരുന്നു കേട്ടോ. ഞാൻ ആ ഒരു ഫ്രോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കുട്ടികൾക്ക് ഒന്നും കൂടി കംഫർട്ട് ആവുള്ളൂ. അല്ലാതെ നേരിട്ട് ആ ഒരു നെറ്റിൻ്റെ ഫ്രോക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതുപോലെ അന്ന് ഇവൾക്ക് ഗോൾഡ് വാങ്ങിയ സമയത്ത് ഇവാൻക്ക് സങ്കടം വേണ്ട വിചാരിച്ചത് ഇവാൻക്ക് സിൽവറിൻ്റെ ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവാൻക്ക് ആ സമയത്തൊന്നും ഇവാൻക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ അത് അങ്ങനെ ഇട്ടു. ഇവാൻക്ക് ചെറുപ്പത്തിൽ സിൽവറിൻ്റെ ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അവന് പൊട്ടിക്കാനൊക്കെ ചെയ്തു. ഇപ്പോൾ കുറേ ആയിട്ട് അവന് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് വാങ്ങിയപ്പോൾ ഇനി അവനക്കൊരു സങ്കടം വേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്.
പിന്നെ ഈ വീഡിയോസൊക്കെ മെയിനായിട്ട് എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മുടെ മക്കൾ വലുതായാലും അവർക്ക് വലുതാകുമ്പോൾ ഒക്കെ കാണാൻ യൂട്യൂബിലാകുമ്പോൾ ഇത് എപ്പോഴും ഒരു വീഡിയോ ആയിട്ട് ഉണ്ടാവുമല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് ഇത് എപ്പോഴാണ് നഷ്ടപ്പെടാമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് മെയിനായിട്ട് ആ ഒരു ഉദ്ദേശമുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഒരു ചാനൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടാനൊരു ആഗ്രഹം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ട് എടുത്തൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ അവൾ ഉണർന്ന് കിടക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം ഉറങ്ങി കിടക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ സുഖമാണ്, ഉണർന്ന് കിടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ. കാര്യം തന്നെയായിരിക്കും. അങ്ങനെ കൂടുതൽ ഉണർന്ന് കിടക്കൂല, എടുത്ത് കിടക്കണം. അതുകൊണ്ട് പിന്നെ അത് പെട്ടെന്ന് ഇട്ട് അപ്പം തന്നെ എടുത്ത് വെച്ചിട്ടോ. അവൾക്ക് അതൊന്നും ഒരു ഇഷ്ടപ്പെടില്ല, ഒരു ബുദ്ധിമുട്ടായപ്പോൾ വേഗം അങ്ങനെ തന്നെ എടുത്ത് വെച്ച് പെട്ടെന്ന് തന്നെ ഇട്ട് നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുക പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അത് അപ്പം തന്നെ ഊരി വെച്ചു. പിന്നെ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. ഈ ദിവസം വേറെ പല ദിവസങ്ങളിലായിട്ടൊക്കെ എടുത്ത് വെച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ വഴി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. കൂടുതലും സ്റ്റോറി ആയിട്ടാണ്, പിന്നെ അല്ലാതെ പോസ്റ്റായിട്ടും ഇടയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗിൻ്റെ സമയത്ത് പ്രഗ്നൻസി ടൈമിലെല്ലാം എൻ്റെ ഷോപ്പിംഗ് വ്ളോഗ് ഉണ്ട്. അതിൽ ഓൺലൈനായിട്ട് വാങ്ങിച്ച പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ വിട്ടുപോയതാണ്. കുറച്ച് തിരക്കൊക്കെ തന്നെ അന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അവൾ ഉറങ്ങിയതിന് ശേഷം ഈ ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കിടത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ അടുപ്പിച്ചിട്ടുണ്ടായിരുന്ന ഉടുപ്പും. ആ ഒരു ദിവസത്തിന് അവനെ മാത്രം അടുപ്പിച്ചുകൊണ്ട് തന്നെ ചെറിയൊരു എക്സ്പെൻസിലാട്ടോ അത് അടുപ്പിച്ചുള്ള. നെറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ അധികം മെറ്റീരിയലിന് ചിലവൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് തുണി മതിയല്ലോ. അപ്പോൾ അധികം എക്സ്പെൻസിലായ ചെറിയ എക്സ്പെൻസിൽ അടുപ്പിച്ചെടുത്തൊരു ഉടുപ്പായിരുന്നു. നമുക്ക് അന്നത്തെ ദിവസം മാത്രം മതിയല്ലോ. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് നമ്മൾ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വീഡിയോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അന്നത്തെ ദിവസം പിന്നെ കൂടുതലും ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ റീൽസിനൊക്കെ എടുക്കണമെങ്കിൽ ആ ഒരു റേഷ്യോയിലോട്ടോ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, കൂടുതൽ നമ്മളിതൊരു മെമ്മറിക്കും കൂടി വേണ്ടിയിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തു. പിന്നെ ഇവാന അന്നത്തെ ദിവസം അങ്ങനെ വീഡിയോക്ക് ഫോട്ടോ ഒക്കെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ രീതിയിലൊരു ഫോട്ടോ ഒക്കെ കിട്ടിയാൽ കൂടുതൽ അവന് ഫോട്ടോ ഒക്കെ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്രയൊക്കെ തന്നെ കേട്ടോ അന്നെടുത്ത വീഡിയോസ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ പതിയെ നമ്മുടെ ചാനലിൽ വരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യാം. ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട്. എത്ര പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ആയിട്ട് വരണ്ട്. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.